ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ സ്വതവേ ഇവിടെ വന്നു കയറുമ്പോൾ ഒരു ശൂന്യതയാണ്. മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നുള്ള ആ ബഹളം കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോൾ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ശൂന്യത. സ്വതവേ ഞാനപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി വിയിൽ ഇത്തിരി വോളിയത്തിൽ പാട്ട് വെക്കും. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരു ആളനക്കൊക്കെ ഉണ്ടാവും. പിന്നെ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെ, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു യൂഷ്വൽ ഡേ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, അടുത്ത പണികളിലോട്ട് കിടക്കണം. കിച്ചൺ ക്ലീൻ ചെയ്യണം, നമ്മുടെ നോർമൽ ഡ്യൂട്ടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ എന്തോ ഒരു ലാഗിങ്, ഒരു മടി പോലെ. അപ്പോൾ എന്നാൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ നിങ്ങളുമായിട്ട് സംസാരിക്കാം, അതല്ലേ നല്ല കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോർമലി മക്കളെ സ്കൂളിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നല്ല കുളിച്ച് സുന്ദരിയായി നമ്മൾ ഡ്രസ്സ് മാറിയിരിക്കുന്നതല്ലല്ലോ എൻ്റെ എല്ലാ വേർഷനും, എല്ലാ ഡ്രസ്സിലും നിങ്ങൾ കാണണ്ടേ. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിച്ച് നമ്മുടെ ബാക്കി കാര്യങ്ങളും നമ്മളിങ്ങനെ ബാക്കി റുട്ടീൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസ് എ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്യാം എന്ന് തൊട്ട് മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ വളരെ വാല്യൂ ഉള്ളൊരു പ്രൊഫഷനാണ്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷനിലൂടെ കടന്നു വന്നിട്ടുള്ള വഴികൾ നിങ്ങളുടെ അടുത്ത് പറയണം. എന്നാലാണ് അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ ജേണി തൊട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിച്ചത് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ചൂണ്ടലിലാണ്, നമ്മുടെ ഗുരുവായൂർ അടുത്ത്. അപ്പം ഞാൻ GNM ആണ് ഞാൻ പഠിച്ചത്. അങ്ങനെ 2009 എൻ്റെ പഠിപ്പ് കഴിയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 1 ഇയർ ബോണ്ട് ഉണ്ട്. 1 ഇയറിന് ശേഷം നമ്മൾ 2010 ബോണ്ട് കഴിഞ്ഞ് ഇറങ്ങി. 2010 ഏപ്രിൽ ബോണ്ട് കഴിഞ്ഞ് ഇറങ്ങി. നെക്സ്റ്റ് മന്ത് മെയ്യിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആലുവയ്ക്ക് പോയി. അപ്പോൾ പിന്നെ ആലുവയ്ക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മൾ IELTS പോയി. അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ അന്നൊക്കെ IELTS ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊക്കെ വലിയ ഇംഗ്ലീഷൊക്കെ പറയുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്നിട്ടുള്ള ക്ലാസ്സുകളും അതൊന്നും ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കത് ഡൈജസ്റ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല. അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ബുദ്ധിമുട്ട്. ഞാനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് പറ്റിയേനെ. ഇന്നിപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ. അപ്പം അന്ന് എനിക്കത് പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, ആദ്യമായിട്ട് എൻ്റെ ഒരു ബാക്ക് പെയിൻ പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക്. എന്നാലും അത് ഇത്തിരി കൂടുതലായിട്ട് വന്നതുമൊക്കെ ആ സമയത്താണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വിജയേട്ടൻ അന്നേരം കുവൈറ്റിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ പോയി. പിന്നെ അവിടെ വെച്ച് പ്രഗ്നൻ്റായി. അപ്പോൾ എനിക്കാണെങ്കിലും വിജയേട്ടനാണെങ്കിലും കുട്ടികൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളാവുന്നതിനെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷനും വേണ്ട, നമുക്ക് മക്കൾ വേണം. പ്രഗ്നൻസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള യാതൊരു കാര്യങ്ങളും വേണ്ട എന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അത് നേരം വൈകിപ്പോയാൽ പിന്നെ അത് പ്രശ്നമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുവൈറ്റിൽ വെച്ച് ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ജോലിക്ക് പോവുക എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. രണ്ടാണെങ്കിലും ജോലി എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മളുടെ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് മേരിമോളെ പ്രഗ്നൻ്റായി വന്നു. അങ്ങനെ മേരിമോളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് മേരിമോൾക്കൊരു 1.25 വയസ്സുള്ളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിജയേട്ടന് കുവൈറ്റിൽ നിന്ന് പിന്നെ അവരുടെ ജോലിപരമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോകേണ്ടി വന്നു. അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോൾ അവിടെ ഒരു 6 മന്താണ് അവിടെ നിന്നുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും ടെൻഷനാണ് അല്ലേ, ആ ഒരു രാജ്യത്ത് ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. അങ്ങനെ ഞാനിവിടെ നിലവിളിച്ച് മതി മതി ഇനി ആ ജോലിയിൽ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിജയേട്ടൻ ആ ജോലി റിസൈൻ ചെയ്ത് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്ത് പോന്നു. അങ്ങനെ മെരിമോളുണ്ട്. അങ്ങനെ ഇരിക്കെ നമുക്ക് എന്നാൽ ഒരുമിച്ച് ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യുകയാണ്. എന്തായാലും നമുക്കൊരു പ്രൊഫഷൻ ഉണ്ട് നഴ്സിംഗ്. നഴ്സിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളത്. അന്ന് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് IELTS ആയിരുന്നു അന്നത്തെ ഒരു മാർഗ്ഗം. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോകാനാണെങ്കിൽ അതാത് നാടിൻ്റെ എക്സാമുകൾ എഴുതണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു നഴ്സിന് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി കൂടി ഈസിയാണല്ലോ. അപ്പം എനിക്ക് ആദ്യം എവിടെ ജോലി കിട്ടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ വിജയനെ ട്രൈ ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് മസ്കറ്റിലോട്ട് അതായത് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോവാണ്. ആദ്യമായിട്ട് പുറത്ത് പോകുന്ന പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി പുറത്ത് പോകുന്നു. അപ്പോൾ മസ്കറ്റിലോട്ട് ഒരു
ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ ആലപ്പുഴയിൽ വരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുഞ്ഞു മേരിമോളെയും കൊണ്ട് നമ്മൾ ആലപ്പുഴയിൽ ഇൻ്റർവ്യൂവിന് പോകുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ എക്സാം പാസ്സായി. എക്സാം എന്ന് പറയണമെങ്കിൽ അവിടുത്തെ ഇൻ്റർവ്യൂ എക്സാം നമ്മൾ പാസ്സായി. ഇനി നമുക്ക് മസ്കറ്റിൽ ചെന്നിട്ടാണ് ബാക്കി എക്സാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. ഞാൻ പോവാണ്. ഞങ്ങളിവിടുന്ന് 2-3 പേര് എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് നമ്മൾ MOH എക്സാമാണ് മസ്കറ്റിനുള്ളത്. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് MOH എക്സാമാണ്. അപ്പോൾ നമ്മൾ ചെന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ആദ്യം ഡ്യൂട്ടിയൊന്നുമില്ല. നമ്മളവിടെ ഇരുന്ന് പഠിക്കുന്നു. നമ്മളൊരു 1 മന്ത് നമ്മളവിടെ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ MOH എക്സാം എഴുതുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാമും പാസ്സായി. നമ്മൾ വൈവയും പാസ്സായി. നമ്മൾ ലൈസൻസ്ഡായി. നമ്മൾ ജോലിക്ക് കയറുന്നു. അങ്ങനെ ഞാൻ മസ്കറ്റ് റുവിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഇവിടെ നാട്ടിലപ്പോൾ മോളെ ഞാൻ ഏൽപ്പിച്ച് പോയിരിക്കുന്നത് മമ്മീൻ്റെയും പപ്പയുടെ അടുത്താണ്. അപ്പോൾ മോൾ അവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ വിജയേട്ടൻ ഓക്കെ നമ്മൾ മസ്കറ്റിലാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അങ്ങനെ മസ്കറ്റിലോട്ട് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഒമാനിൽ എവിടെയായാലും കിട്ടിയാലും മതി. കാരണം നമ്മുടെ ഈ ഹോസ്പിറ്റലിന് ഒമാനിൽ 12ഓളം ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഭാഗത്ത് ഒമാനിൽ വന്നാലും നമുക്ക് ട്രാൻസ്ഫർ ചോദിച്ച് മാറിപ്പോവാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒമാനിലോട്ട് വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ നമുക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രൊഫഷനിൽ കയറിയിട്ട് അത് ശരിയാവില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ ഏകദേശം 1 വർഷത്തോളം എത്താറായപ്പോൾ പിന്നെ വിജയേട്ടന് നാട്ടിൽ നിന്നും മടുപ്പായി. കാരണം മോൾ എൻ്റെ വീട്ടിലാണ്, ഞാനില്ല. പിന്നെ വിജയേട്ടന് ഇനിയിപ്പോൾ ഞാൻ മസ്കറ്റ് നോക്കി നിൽക്കുന്നില്ല, ബാക്കി ട്രൈ ചെയ്യാൻ പോവാണ്, എവിടെയായാലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിജയേട്ടൻ പിന്നെ വരുന്ന ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ വിജയേട്ടൻ ദുബായിൽ വരികയാണ്. ദുബായിൽ അൽമറയുടെ കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ആ കമ്പനിയിലാണ് വിജയേട്ടൻ ആദ്യമായിട്ട് വന്നത് ടെക്നീഷ്യനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ വന്നു. അവിടെ വന്ന് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും വിജയേട്ടൻ വീണ്ടും എപ്പോഴും വിജയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നു ഇനി അവിടെ തന്നെ എന്നുള്ളതല്ല, അടുത്ത ഗ്രോയിങ് എന്താണ്, അടുത്ത ഗ്രോത്തിലോട്ട് പോകണം എന്ന് ഭയങ്കര വാശിയോട് കൂടി അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അൽമറയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു 6 മന്തിനുള്ളിൽ തന്നെ 2 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എമിറേറ്റ്സിൽ ഇൻ്റർവ്യൂവിന് വന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നു. അങ്ങനെ എമിറേറ്റ്സിൽ ജോലിയൊക്കെ ശരിയാവുന്നു. അങ്ങനെ ആ ജോലിക്ക് കയറി ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ അന്നാണ് പിന്നെ വിജയേട്ടൻ ഞങ്ങളൊരു ഏകദേശം ഒരു 1.5 വർഷത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ കാണുന്നത് മസ്കറ്റിൽ വെച്ചിട്ട്. വിജയേട്ടൻ മസ്കറ്റിലോട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഞങ്ങൾ അത്രയും കാലം കാണാതിരുന്നിട്ടുള്ളൊരു പീരീഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. കാരണം ഒരു 3 മന്ത്സിനേക്കാൾ അപ്പുറം ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് മെൻ്റലി നമ്മളൊരു സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു 3 മന്ത്സ് മാക്സിമം ആണ്. അതിൽ കൂടുതൽ കുവൈറ്റിലായിരുന്ന സമയത്തായാലും ഞാൻ തിരിച്ച് വന്നപ്പോഴായാലും മാക്സിമം ആ ഒരു പീരീഡ് എങ്ങനെയെങ്കിലുമൊക്കെ വിജയുടെ നാട്ടിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഈ മസ്കറ്റിൽ പോയ സമയത്താണ് ഏറ്റവും കൂടുതൽ ഒരു 1 ഇയർ ഒരു 4 to 5 മന്ത്സ് സമയം എടുത്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ഇടയിലൂടെ കടന്നു പോയിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ജോലിപരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നമ്മളെ ലൈഫിലോട്ട് വരുമ്പോൾ അതെന്നും ടെൻഷൻ. ഞാൻ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റാണ്ടാവും. കാരണം മോള് ഇല്ല, മോളൊരു സ്ഥലത്ത്, ഞാനൊരു സ്ഥലത്ത്, ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, അങ്ങനെ വിജയേട്ടൻ വരുന്നു. പിന്നീട് നമ്മൾ തീരുമാനിക്കുന്നു ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മളുടെ ലൈഫ് ഇനിയിപ്പോൾ ഒരു എമിറേറ്റ്സിലെ ആ ഒരു ജോലി വിട്ടിട്ട് ഇനി ഞാൻ വേറെ എവിടേക്കും ട്രൈ ചെയ്യാനൊന്നും പോകുന്നില്ല. ആ ജോലി വിടാന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരാണ്. അങ്ങനെ നമ്മളിനി അവിടെയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ദുബായിലോട്ട് പോവാം, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ മസ്കറ്റിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്തപ്പോഴൊക്കെ ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കായാലും ഇപ്പം ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ഞാനവിടെ ഡ്യൂട്ടി എവിടെയാണെങ്കിലും അവിടുത്തെ സീപ്പേഴ്സ് മുതൽ ക്ലീനിങ് സ്റ്റാഫ് മുതൽ അഡ്മിൻ വരെയുള്ള ആളുകളുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരിക്കും. എൻ്റെ ഒരു നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് വരെ നമുക്കൊരു മച്ച ബന്ധമാണ്. അതായത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലൂടെയുള്ള ബന്ധം. അതിപ്പോൾ ഒരു എക്സ്റേ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും MRI ആണെങ്കിലും ലാബുകാരാണെങ്കിലും, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അവിടുത്തെ എല്ലാ ആളുകളെയും എനിക്കറിയാം, അവർക്ക് എന്നറിയാം. എല്ലാവരോടും ഒരു ഹായ് ബൈ പറയുന്ന ബന്ധം എല്ലാവരായിട്ടും കീപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാകുമ്പോഴാണ് എനിക്ക് വർക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. പിന്നെ റിസപ്ഷനിലുള്ളവരായാലും
അഡ്മിനിലുള്ളവരോടൊക്കെ നമുക്ക് റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. അവർക്ക് അതിലിപ്പോൾ എന്നെ കണ്ടാൽ സിസ്റ്റർ, ഈ സിസ്റ്റർ എവിടെ പോകുന്നു അങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്, ഡ്യൂട്ടി പരമായിട്ട്. അങ്ങനെ. അപ്പോൾ പിന്നെ ഇനി വിജേട്ടൻ ദുബായിലോട്ടായി, ഇനി നമ്മൾ ദുബായിലോട്ടാണെന്ന് തീരുമാനിക്കുമ്പോൾ ഒക്കെ നമുക്ക് നമുക്ക് എവിടെയൊക്കെ ആയാലും നമുക്ക് വേഗം ഒന്നിക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം എപ്പോഴും, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമായി. അപ്പോൾ നമുക്ക് 3 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു മസ്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഒരു 1.5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 900 റിയാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്നത്. വിചാരണ പിന്നെ ഒരു കാര്യം തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടേതായ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പരമായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ അതിന് പിന്നിൽ എത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും വിചാരിട്ട് എപ്പോഴും പറയുന്നതാണ്, അതൊരു നഷ്ടമല്ല, അത് നമ്മളുടെ നേട്ടമാണ്. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നേടിയിട്ടുണ്ട്, പിന്നെ എന്തിനാ ആ നഷ്ടത്തിനെ കുറിച്ച് ചിന്തിക്കണേ എന്നാണ്. നമ്മൾ ആ ഒരു പൈസ കൊടുത്ത് പോരുമ്പോൾ അത്രയും നാൾ, ഒരു 1.5 വർഷം കൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. എന്തിനാ അതിനാ 900 റിയാലിനേക്കാൾ എത്രമാത്രം വാല്യൂ ഉണ്ട്. അങ്ങനെ ചിന്തിച്ച് എന്നോട് എപ്പോഴും പറയുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാനും ഓക്കെ, അങ്ങനെ നമ്മൾ ആ പൈസ കൊടുത്തു, ഞാൻ മസ്കറ്റിൽ നിന്ന് പോരുന്നു. പിന്നെ ഞാൻ നമ്മളുടെ അടുത്തത് ദുബായാണ്. അപ്പോൾ ദുബായിൽ നമുക്ക് DHA എക്സാമാണ്. അപ്പോൾ ആ DHA എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ ഒരു സ്ഥലത്ത് ചേർന്നു. പിന്നെ ഓൾറെഡി നമ്മൾ MOH എക്സാം എഴുതിയിട്ടുള്ളത് നമ്മളുടെ ബേസിക് ഒരു അറിവുള്ളത് കൊണ്ട് തന്നെ എനിക്ക് DHA എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അധികം സമയമോ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, എന്നാലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ഞാനൊരു 1 മന്തേ ഞാൻ കോഴ്സിന് പോയുള്ളൂ. 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മേരിമോളെയും കൊണ്ട് ആദ്യമായിട്ട് ദുബായിലോട്ട് വരികയാണ്. ദുബായിൽ ചെന്നിട്ടാണ് ഞാൻ DHAയുടെ എക്സാം എഴുതുന്നത്. അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് DHA എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ അടുത്തൊരു രാജ്യം, കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ ഇനി നമ്മളുടെ വർക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ DHA എക്സാം എഴുതി. എന്താ പറയുക, ഞാനൊരു 2013 മറ്റോ ആണ് ഞാൻ ദുബായിൽ, 2012 തോന്നുന്നു ഞാൻ ദുബായിലെത്തുന്നത്. 13-14 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏത് ഇയറാണ്. ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം തൊട്ട് GNM നഴ്സസ് എന്ന് പറഞ്ഞാൽ DHAയിൽ വരുന്ന അസിസ്റ്റൻറ്റ് നഴ്സ് എന്നാണ്. അപ്പം ചിലവരൊക്കെ പറഞ്ഞു നിങ്ങൾ 3.5 ഇയർ കോഴ്സാണ്, നമ്മൾ 3 വർഷം 6 മാസത്തെ കോഴ്സിൽ തുടങ്ങിയ ബാച്ചിൽ 2ാമത്തെ ബാച്ചാണ് നമ്മൾ നഴ്സിങ്ങിൻ്റെ. അപ്പോൾ അവരും BSc ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ മിക്കവാറും രജിസ്റ്റേർഡ് നഴ്സ് ആവുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിന് മുന്നായിട്ടൊരു കാര്യം നടന്നത്, ഞാൻ മസ്കറ്റിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് നാൾ ആ ഒരു IELTS ഒക്കെ കഴിഞ്ഞ് ഡിലേ വന്നപ്പോൾ, മേരിമോളുടെ ഡെലിവറി കഴിഞ്ഞ് ഡിലേ വന്നപ്പോൾ ഞാൻ പോസ്റ്റ് BSc ചേർന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് BSc ഫസ്റ്റ് ഇയർ എക്സാം ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോഴേക്കാണ് നമ്മൾ മസ്കറ്റിൽ പോയത്. അപ്പോൾ എക്സാമിന് വരാമെന്നൊരു മൈൻഡോട് കൂടി തന്നെയാണ് നമ്മൾ പോയത്. പക്ഷേ എനിക്ക് എക്സാമിന് വരാനും അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ എൻ്റെ പോസ്റ്റ് BSc എന്ന് പറയുന്നത് അവിടെ പാതി വഴിയിൽ പോയി. അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ BScയുടെ ഇത്രമാത്രം വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് BScക്കാർക്കാണ് അവിടെ വലുത്. പക്ഷെ ആ സമയത്തൊക്കെ GNM എന്നും പറയുന്നതും ഒരുപോലെ പഠിച്ചിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞാൻ DHAയുടെ എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്, നമുക്ക് എന്തായിരിക്കും നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് DHA ലൈസൻസ് ഇഷ്യൂ ചെയ്തത് അസിസ്റ്റൻറ്റ് നഴ്സ് എന്നാണ്. അപ്പോൾ ഓക്കെ, അസിസ്റ്റൻറ്റ് നഴ്സ്. എന്നാലും ഈ അസിസ്റ്റൻറ്റ് നഴ്സും രജിസ്റ്റേർഡ് നഴ്സും തമ്മിലുള്ള ഇത്രയും വ്യത്യാസം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമ്മളെ ആർക്കും വേണ്ട, അസിസ്റ്റൻറ്റ് നഴ്സിനെ ആർക്കും വേണ്ട. അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഫിലിപ്പീൻസ് ഒരുപാട് അവിടെ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവരുടെ നാട്ടിലാണെങ്കിൽ BSc നഴ്സിങ്ങേ ഉള്ളൂ, അവർക്കൊരു GNM നഴ്സ് എന്ന് പറയുന്നതില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും രജിസ്റ്റേർഡ് നഴ്സാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻസ് ബ്രില്യൻ്റ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനിൽ കണ്ടിട്ടുള്ള ഒരു അറിവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫിലിപ്പീൻ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഒരു ഇന്ത്യൻ നേഴ്സ് കുറേ പണിപ്പെടണം. അവരത്രയും ആക്യുറേറ്റ് ആണ്, അത്രയും എഫിഷ്യൻ്റ് ആണ്, അത്രയും സ്മാർട്ടാണ്. പിന്നെ അവർക്കിപ്പോൾ ഒരു അറിയില്ലാത്തൊരു കാര്യമാണെങ്കിലും അവർ സ്മാർട്ടായിട്ട് തന്നെ പറയും. അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് നിൽക്കും, ഇങ്ങനെ എന്താ പറയുക, ഉൾവലിഞ്ഞ് നിൽക്കും, ഇത് ഞാൻ പറയണം. പക്ഷെ അവർക്ക് അങ്ങനെ ഉൾവലിവൊന്നുമില്ല, അവർക്ക് എല്ലാം അവർ ഓപ്പണപ്പായി പറയും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര കമ്പ്യൂട്ടർ പരമായിട്ടും നല്ല നോളജ് ഉള്ളവരാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ്. അപ്പോൾ അവരുടെ അടുത്ത് കോമ്പറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ചലഞ്ച് തന്നെയാണ്.
അപ്പോൾ ഇത്രയും BSc ഫിലിപ്പീൻസ്, എന്താ പറയുക, നിറഞ്ഞൊഴുകുന്ന UAE-ൽ നമ്മളൊരു ഇന്ത്യനാണ്. പിന്നെ അതുപോലെ നമ്മൾ GNM എന്ന് പറയുമ്പോൾ നമ്മൾ അസിസ്റ്റന്റ് നഴ്സിലോട്ടും കൂടെ ആയി. അപ്പോൾ അത് ജോലിക്ക് കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേരിമോളെയും കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ സ്റ്റേജുകളാണ്, നമ്മൾ ജീവിച്ച് തുടങ്ങുന്ന സ്റ്റേജാണ്. നമുക്ക് ഒരുപാട് സ്ട്രഗ്ലിങ് പീരീഡാണത്. അപ്പോൾ ഞങ്ങൾ മേരിമോളെയും കൊണ്ട് ഇങ്ങനെ ഒരു ബണ്ടിൽ CV ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും കയറി ഇറങ്ങി CV കൊടുക്കുകയാണ്. അത്രയൊക്കെ CV കൊടുത്തിട്ടും ഒരു കോള് പോലും കിട്ടാതായപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം എൻ്റെ പ്രൊഫഷനിൽ ഇങ്ങനൊരു സ്ട്രഗ്ലിങ് പീരീഡ് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനായിട്ട് ഇങ്ങനൊരു പീരീഡ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ മസ്കറ്റിൽ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ് എക്സാം എഴുതി സിമ്പിളായിട്ട് ജോലിക്ക് കയറി നമ്മളവിടെ ഇങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് ജോലി ചെയ്ത എനിക്ക് ദുബായിൽ വന്നപ്പോൾ ആകെ സ്റ്റക്കാണ് കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഒരു അസിസ്റ്റന്റ് നഴ്സുമാർ OPD-യിൽ പോലും ഹോസ്പിറ്റലിലുള്ളത് രജിസ്റ്റേഡ് നഴ്സുമാരാണ്, BSc-കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അസിസ്റ്റന്റ് നഴ്സിന് ഒരുപാട് പരിമിതികളുണ്ട്. അതായത് ഇഞ്ചക്ഷൻസ് കൊടുക്കരുത്, പേഷ്യൻറ്റിന് അങ്ങനെ കെയറിങ് കൊടുക്കരുത്, മെഡിസിൻ എടുത്ത് കൊടുക്കരുത്. അപ്പോൾ എല്ലാം റെസ്ട്രിക്ഷൻസ് ആണ്. ഒരു അസിസ്റ്റന്റ് നഴ്സിന് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് സ്പഞ്ച് ബാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ മോർണിംഗ് റുട്ടീൻ കെയറിങ് ചെയ്യുക. അങ്ങനൊരു കാര്യത്തിലോട്ടാണ് എൻ്റെ പ്രൊഫഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് CV-കളൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് മസ്കറ്റിൽ എനിക്ക് ലേസർ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഞാൻ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് ലേസറിനെ കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ലേസർ നമ്മുടെ ഹെയർ റിമൂവൽ ലേസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദുബായിലാണെങ്കിൽ ലേസർ ചെയ്യുന്ന ക്ലിനിക്കുകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ആ ഒരു ബേസിൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു ബേസിൽ എന്നെ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് വിളിച്ചു. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. അതൊരു സിറിയൻ ലേഡി ആയിരുന്നു. ഞാൻ എൻ്റെ മുന്നത്തെ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് കാണാൻ പറ്റുന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, സിറിയൻ്റെ പൗലിയം കണ്ടപ്പോൾ എനിക്ക് ആ ഒരു എൻ്റെ മാഡത്തിനെ ഓർമ്മ വന്നു. അപ്പോൾ ആ ഒരു ലേഡി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ലേഡിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളവിടെ 13 സ്റ്റാഫ്മാർ, അതിൽ 11 പേര് ഫിലിപ്പീൻസ്, ഞങ്ങൾ 2 പേര് ഇന്ത്യൻ, ഒരാൾ മദ്രാസിൽ നിന്നുള്ള ഒരാൾ, പിന്നെ ഞാൻ. അപ്പോൾ നമ്മുടെ ആ ഒരു ലേസറിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് ഞാൻ കയറുന്നത്. പക്ഷേ ആസ് എ അസിസ്റ്റന്റ് നഴ്സ് എന്നുള്ളതാണ് എൻ്റെ ലൈസൻസ്. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറിയപ്പോൾ ഒരു ലേസർ ടെക്നീഷ്യന് ഭയങ്കര വാല്യൂ ആണ് അവിടെ. നമ്മുടെ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതിനേക്കാളും വാല്യൂ ഉള്ള പോസ്റ്റാണ് ലേസർ ടെക്നീഷ്യൻ. നല്ല സാലറിയും ഉള്ള, നല്ല സ്കോപ്പും ഉള്ളൊരു ഒരു പോസ്റ്റാണത്. അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ലേസർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂറിൻ്റെ ഒരു കോഴ്സ് നമുക്ക് ഷാർജ യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേസർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് നമുക്ക് കടക്കാൻ പറ്റും, അവിടുത്തെ പരീക്ഷകളും ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ മാഡം എന്നെ ആ ഒരു ലേസർ ടെക്നീഷ്യൻ ആക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്നെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കണം, ആ ഒരു ക്ലാസ് അത്രയും അവേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കണം, അത് കഴിഞ്ഞ് എക്സാം എഴുതി ലേസർ ടെക്നീഷ്യൻ ആയി കഴിഞ്ഞാൽ അത് അവരുടെ സ്ഥാപനത്തിനും ഒരു എന്താ പറയുക, ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നീഷ്യനെ കിട്ടുകയാണ്. പക്ഷേ ആ മാഡം അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു അസിസ്റ്റന്റ് നഴ്സ് GNM എന്നുള്ളത് കൊണ്ട് നമുക്കത് പറ്റുന്നില്ല. മാഡം യൂണിവേഴ്സിറ്റിയിൽ പോയി അവരുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ നമ്മൾ GNM ബേസിലാണ്, പക്ഷെ നമ്മൾ 3.5 ഇയറിൻ്റെ കോഴ്സാണ്, അത് പോസ്റ്റ് BSc കറസ്പോണ്ടിങ് വാല്യൂ ഉള്ളൊരു കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. ആ മാഡം എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചു. പക്ഷേ നമ്മൾ ഈ GNM ആയി പോയി എന്നതിൻ്റെ പേരിൽ എനിക്ക് ആ ഒരു ലേസർ ടെക്നീഷ്യൻ ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി, മാഡത്തിനും മനസ്സിലായി. അപ്പോൾ ഒരിക്കലും ഒരു അസിസ്റ്റന്റ് നഴ്സ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ടാഗുള്ള ഒരാൾക്ക് ലേസർ ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാഡം എന്നെ അനുവദിച്ചു. ഞാൻ അതിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, ഇത്തിരി ഹെൽത്ത് പരമായിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ മാഡം എന്നോട് മുൻകൂട്ടി പറയും. അപ്പോൾ ഞാനും വേറൊരു ഫിലിപ്പീൻ ലേഡിയാണ് അവിടെ ടെക്നീഷ്യനായിട്ട് ലേസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പിന്നെ ഓൾറെഡി രജിസ്റ്റേഡ് നഴ്സാണല്ലോ. അപ്പം അവർക്ക് പിന്നെ ലേസർ ടെക്നീഷ്യൻ ആവണമെന്നൊന്നുമില്ല, രജിസ്റ്റേഡ് നഴ്സിന് എന്തും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പരിമിതികളില്ല, എന്തും ചെയ്യാം. അപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറയും, അയ്യോ ഇന്നാൾ ഇന്ന് ഇത്ര മണിക്ക് നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പോൾ ക്ലിയർ ചെയ്യേണ്ട, അപ്പോൾ അവർ ചെയ്തോളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കത് മെൻ്റലി ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവാൻ തുടങ്ങി. കാരണം
ഞാൻ പഠിച്ചൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്തോ കാരണങ്ങൾ കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അവർക്ക് ചെയ്താൽ മതി. മാഡത്തിന് എന്നോട് ഒരു ദേഷ്യമൊന്നുമില്ല കേട്ടോ. എന്നോട് ഭയങ്കര സ്നേഹമുള്ള മാഡമായിരുന്നു. പക്ഷേ എന്തോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജോലി ചെയ്യുമ്പോൾ എൻ്റെ അവിടുത്തെ ഞാൻ ജോലി ചെയ്ത ഈ സ്ഥാപനത്തിലെ ഞങ്ങളുടെ സീപ്പർ ലേഡി എന്ന് പറയുന്നത് ഫിലിപ്പിൻ ലേഡി ആയിരുന്നു, സീത. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ താഴെ മുതൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലൂടെ പോയി ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ റെസ്ട്രിക്ഷൻസ് ഒന്നും എനിക്ക് പാടില്ല. എൻ്റെ ഡ്യൂട്ടിയാണ്. അത് എനിക്ക് പറന്ന് നടന്ന് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്കവിടെ അത് പറ്റില്ലായ്ക വരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റായി, മോനെ പ്രഗ്നൻ്റായി. അപ്പോൾ പിന്നെ വിഴാണ്ട് മനസ്സിലായി എനിക്ക് എന്തോ ഒരു സങ്കടമുണ്ട് അങ്ങോട്ട് ജോലിക്ക് പോകാനായിട്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചത് അടുത്ത് പറഞ്ഞു എനിക്ക് ദുബായ് സെറ്റ് ആവുന്നില്ല. കാരണം ഞാൻ മസ്കറ്റിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ദുബായ് അല്ല പ്രൊഫഷണലി എനിക്ക് കിട്ടിയൊരു വെൽക്കമിങ് ആണെങ്കിലും എനിക്ക് കിട്ടിയ അറ്റ്മോസ്ഫിയർ അങ്ങനെയല്ല. ഞാൻ ജോലി ചെയ്യാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഈ ഒരു അസിസ്റ്റന്റ് നഴ്സ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റലിലായാലും എവിടെയും കയറാനും പറ്റില്ല. വിട്ട് കളഞ്ഞേക്കും. ഞാൻ ഇനി ഈ പ്രൊഫഷനിൽ തുടരുന്നില്ല. അപ്പോൾ വേണാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ല. വേടൻ പറഞ്ഞു ഓക്കെ നമുക്കിനി രണ്ടാമതൊരു മോനും കൂടി, ഇനിയിപ്പോൾ അവനെ കെയർ ചെയ്യണം. അവനൊരു 2 വയസ്സ് 3 വയസ്സാവാണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ജോലിക്ക് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നാട്ടിൽ പോവാം, നാട്ടിൽ സെറ്റിൽ ആവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ 2 ഇയേഴ്സൊക്കെ നാട്ടിൽ നിന്നു. പക്ഷേ എനിക്ക് നാട് സെറ്റ് ആവുന്നില്ല. പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് തിരിച്ച് വീണ്ടും ദുബായിലോട്ട് പോകണം. അങ്ങനെ ഞാൻ വീണ്ടും ദുബായിലോട്ട് വന്നു. അപ്പോൾ പ്രൊഫഷണലുള്ള ബുദ്ധിമുട്ടുകൾ ഇതായതുകൊണ്ട് തന്നെ വീടൻ പറഞ്ഞു എന്തായാലും ജോലിക്കൊന്നും പോകണ്ട, ഇനി അവൻ സ്കൂളിൽ പോട്ടെ, 5 വയസ്സാകുമ്പോൾ അവൻ സ്കൂളിൽ പോകുമല്ലോ, അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ പതിയെ സമയങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ 5 വയസ്സാകുമ്പോഴും നമ്മളുടെ ഈ ഒരു അസിസ്റ്റന്റ് നഴ്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ പിന്നെയും പിന്നെയും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിലായാലും ബി എസ് സിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. ബി എസ് സിക്കാർ ഒരുപാട് പഠിച്ചിറങ്ങി തുടങ്ങി. അപ്പോൾ പിന്നെ അസിസ്റ്റന്റ് നഴ്സിന് ഇനി ഒട്ടും വാല്യൂ ഇല്ലാത്തൊരു ലെവലിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു പ്രൊഫഷനിൽ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല, അതവിടെ അസ്തമിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു പ്രൊഫഷൻ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ തുടങ്ങി. മെഡിക്കൽ കോഡിങ് ഞാൻ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനായിട്ടാണ് പഠിച്ചത്. എറണാകുളം സിഗ്മ മെഡിക്കൽ അക്കാദമിയിലായിരുന്നു. ഞാൻ അവിടെ ബുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. പഠിച്ചത് ഞാൻ ഓൺലൈനായിട്ടാണ്. അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കിടക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. അതിൻ്റെ എക്സാമിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് എഴുതിയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ മെഡിക്കൽ കോഡിങ്ങിന് വേണ്ടി പഠിക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോഡിങ്ങും പഠിച്ചു, എക്സാം എഴുതി. അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഒരു 12 ഡേയ്സ് എടുത്തു അതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് കാത്തിരുന്നിട്ടൊരു റിസൾട്ട് മെഡിക്കൽ കോഡിങ്ങിനാണ് കേട്ടോ. അത്രമാത്രം ടെൻഷൻ. എനിക്ക് ആ 12 ഡേയ്സ് എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അത് എന്താവും, റിസൾട്ട് എന്താവും. കാരണം ഒരു എക്സാം എഴുതി ഫെയിൽ ആവാന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്നാമത് ആ എക്സാമിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയാണ്. 5.25 മണിക്കൂറാണ് ആ എക്സാം. വീണ്ടും ആ എക്സാം ഹോളിൽ പോയിരുന്ന് ഏകദേശം 6 അവേഴ്സ് എക്സാമിന് വേണ്ടി ഇരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും 6 അവേഴ്സ് ഒരു എക്സാം എഴുതാനായിട്ട് എന്തോരം സമയമാണ്. പക്ഷെ അത് ഭയങ്കര ക്രൂഷ്യൽ ടൈമിംഗ് ആണ്. 150 ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണെങ്കിലും അത് അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. ടൈം മാനേജ്മെൻ്റ് ആണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വീണ്ടും എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് ഇനി അതെങ്ങനെ എഴുതുന്നുള്ളത്. അങ്ങനെ 12 ഡേയ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു, നമ്മൾ പാസ്സായി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രൊഫഷനാണ് മെഡിക്കൽ കോഡിങ്. നല്ലൊരു കാര്യമല്ലേ. കാരണം അതെന്ന് പറയുമ്പോൾ ഒരു ഓഫീസ് വർക്ക് പോലെയാണ്. നമുക്ക് രാവിലെ പോയി വൈകിട്ട് പോരാം. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നിന്നും ഒക്കെ ജോലി ചെയ്യണം. ഇതാകുമ്പോൾ ഇരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണമെങ്കിൽ ഒന്ന് ഒരു ഫയൽ കൊണ്ട് കൊടുക്കാനെങ്കിൽ നടക്കാം. അപ്പോൾ ഇത്രയും കൂടെ റിലാക്സ് ആയിട്ടുള്ള ജോലിയായിരിക്കും. റിലാക്സ് എന്ന് പറഞ്ഞാൽ മെൻ്റലി സ്ട്രെസ് ഉണ്ട് അത് ജോലിക്കും. ഫിസിക്കലി നമുക്ക് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൂടെ കംഫർട്ടായിട്ടുള്ള ജോലിയായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മെഡിക്കൽ കോഡർ എന്നുള്ള രീതിയിൽ നമ്മൾ സി വി ഒക്കെ റെഡിയാക്കി നമ്മൾ അതിന് വേണ്ടി ഓക്കെ അതുമായിട്ട് നമ്മൾ സി വി ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സി വി കൊടുക്കാൻ പോകുമ്പോൾ എല്ലായിടത്തും അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. കാരണം മെഡിക്കൽ കോഡിങ് നമ്മൾ പഠിക്കുന്ന പോലെയല്ല ഒരു കോഡർ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ജോലിയുടെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാതെ നമ്മളൊരു മെഡിക്കൽ കോഡിങ് പഠിച്ച് നമ്മൾ എക്സാം പാസ്സായി എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് നമുക്കൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയും നമ്മൾ ഇങ്ങനെ
പല ക്ലിനിക്കുകളിലും നമ്മളുടെ അറിവിലുള്ളവരോടൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് മെഡിക്കൽ കോഡിങ്ങിന് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ നാട്ടിൽ വന്നിട്ട് നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർക്കും ചെന്നൈയിലേക്കും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് തന്നെ പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റിൽ കയറണോ? ആ ഒരു പ്ലേസ്മെൻറ്റിൽ കയറിയിട്ട് ഒരു 1 ഇയറോ എങ്ങാനും എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് തിരിച്ച് ദുബായിലോട്ട് വന്ന് വീണ്ടും മെഡിക്കൽ കോഡിനുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല, സ്കോപ്പ് ഉണ്ട്, അങ്ങനെ കയറണോ എന്നൊക്കെ തീരുമാനിച്ചു, എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ ഉയരം പറഞ്ഞു ഇനി വീണ്ടും ഒരു നാട്ടിൽ പോക്ക്, പിന്നെ ഇനി 1 ഇയർ 2 ഇയർ വീണ്ടും നമ്മൾ അവിടെ ഇവിടെയായിട്ട് താമസിക്കുന്നു, ജീവിക്കുന്നു, അത് കളഞ്ഞു, അത് ലീവ് ഇറ്റ് എന്ന് പറഞ്ഞോട്ടെ, അത് വേണ്ട. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ കൂടെ മെഡിക്കൽ കോഡിങ് പഠിച്ചവരിൽ 2-3 പേര് അബുദാബി എന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അബുദാബി എന്ന് പറയുമ്പോൾ നമ്മൾ UAE-യിലാണല്ലോ. അപ്പോൾ അബുദാബിയിലുള്ളവർ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു സ്ഥാപനത്തിൽ 6 മന്ത് എക്സ്പീരിയൻസിന് വേണ്ടി കയറി. അതായത് എല്ലാ മന്തും 1000 ദിറംസ് ആ സ്ഥാപനത്തിന് കൊടുത്തിട്ട് 6 മന്ത് കഴിയുമ്പോൾ അവരെങ്ങനെയാണ് ഒരു കോഡർ ജോലി ചെയ്യേണ്ടതെന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ആക്കി തരും. അവർക്കും വർക്ക് അറ്റ് ഹോമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കേട്ടോ കോവിഡും കൊറോണയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ വർക്ക് അറ്റ് ഹോമുകൾ കൊടുക്കും. അങ്ങനെ അവരതിൽ എഫിഷ്യൻ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് 6 മന്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആ സ്ഥാപനക്കാർ കൊടുക്കും. ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് ജോലിക്ക് കയറാം. അപ്പോൾ ഇനി ഒരു 6 മന്തും കൂടെ വെയിറ്റ് ചെയ്യണം. എല്ലാ മന്തും ഒരു 1000 ദിറംസ് വെച്ച് കൊടുത്ത ഒരു 6000 ദിറംസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് തന്നെ, എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരാണ് ഈ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്നുള്ള ചിന്താഗതികളും അന്വേഷണങ്ങളായി പിന്നെ അതിൻ്റെ പിന്നാലെയായി ഞങ്ങൾ.